ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു തോരൻ വയ്ക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ ഗാർഡനിൽ ഉണ്ടായ പയറാണ്. ഇതിൻ്റെ പേര് വാളരി പയർ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് വിത്ത് കിട്ടിയപ്പം ഞാൻ ഗാർഡനിൽ വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഒത്തിരി പയർ കിട്ടി. അപ്പോൾ അത് തോരൻ, നമ്മൾ ചെറുതായിട്ട് തോരൻ അരിയുന്ന പോലെ കൊത്തി അരിയുവാണ്. ആദ്യം നമ്മൾ ബീൻസിൻ്റെ രണ്ട് സൈഡ് നാര് പോലെ ഇരിക്കുന്നത് നമ്മൾ അഴിച്ചെടുക്കുന്ന പോലെ ഇതിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് വേണം അരിയാൻ. ഞാൻ ആഴ്ചയിൽ 4 ദിവസം വീഡിയോ ഇടുമായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ചില സാഹചര്യങ്ങൾ കാരണം കുറേ ജോലി പെൻഡിങ് ആണ്. അതുകൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ഇനി തൊട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കാം. വീഡിയോ എടുത്തു വെച്ചാലും എഡിറ്റ് ചെയ്യാനും എല്ലാം കൂടെ സമയം ഒക്കുന്നില്ല. എന്നാലും വീഡിയോ ഇങ്ങനെ ഇടുന്നത് എനിക്കും ഒരു സന്തോഷമാണ്. എൻ്റെ മനസ്സിനും ഒരു റിലാക്സേഷൻ. പുതിയ പുതിയ കാര്യം ചെയ്യണമെന്ന് തോന്നും, ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പം അങ്ങനെ മാക്സിമം അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇപ്പോൾ പയർ മൊത്തം അരിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒരു വയലറ്റ് കളറിലുള്ള പച്ചമുളകാണ്. ഇതും ഗാർഡനിൽ ഉണ്ടായതാണ്. അപ്പം അതും പച്ചമുളകും പിന്നെ തേങ്ങ, കറിവേപ്പിലയും കൂടെയാണ്. ആദ്യം നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എടുത്തത് അതിനകത്തിടണം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റണം. ചുമന്നുള്ളിയോ സവോളയോ ഇടാൻ ഞാൻ ചുമന്നുള്ളിയാണ് ഇട്ടത്. ചുമന്നുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. തോരനകത്താണേലും ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കും. അത് എല്ലാത്തിനകത്തും ചേർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയും കൂടെയാണ് അത് ചേർക്കുന്നത്. കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. സാധാ പച്ചമുളക് ഇട്ടാലും നല്ലതാണ്. പക്ഷേ ഈ മുളകിന് നല്ല എരിവാണ്. 2-3 മുളക് ഇട്ടാൽ മതി, നല്ല എരിവ് കാണും. ഈ പച്ചമുളകിൻ്റെ ഒരു തൈ കിട്ടിയാൽ ഒത്തിരി പച്ചമുളക് നമുക്ക് കിട്ടും. ഞാനത് ഗാർഡൻ്റെ വീഡിയോയിൽ ഒരു ദിവസം ഇടുന്നുണ്ട്, ഇത് കിളിപ്പിക്കുന്നതൊക്കെ. അപ്പം നമ്മൾ പയറും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പും മഞ്ഞളും, ഉപ്പ് ആവശ്യമനുസരിച്ച് കുറച്ച് മഞ്ഞളും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചപ്പ് മാറുമ്പം നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. ആദ്യം മഞ്ഞളിട്ട് നല്ലപോലെ ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ആവി കയറിയിട്ട് നമുക്ക് തേങ്ങ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാലും മതി. അല്ലാതെ ഇങ്ങനെ നമുക്ക് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്താലും മതി. ഇപ്പം നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് അത് ആവിയിൽ അടച്ച് വെക്കണം. പയറിന് ഇച്ചിരി വേവ് ഉള്ളതായതുകൊണ്ട് ഒരു ശകലം വെള്ളം തെളിച്ച് നല്ലപോലെ ആവിയെ വെച്ച് അടച്ച് വെക്കണം. ഇപ്പോൾ ഇത് നമ്മളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി ആവശ്യത്തിന് വെള്ളവും ഇച്ചിരി കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ സൈഡിൽ ഇരിക്കുന്നതെല്ലാം നടുക്ക് കൂട്ടി ഒരു സെറ്റാക്കിയിട്ട് അടച്ച് വെക്കണം. അപ്പോൾ അത് തിങ്ങിയിരുന്ന് അത് ആവിയിൽ വേകണം. അപ്പോൾ അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം മയം ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് തീ ഫുള്ളിലാക്കി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിൽ അത്രയും വെള്ളം മയം ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാനിത് നിർത്തിയെടുക്കുകയാണ്. നല്ലപോലെ വെന്തിട്ടുമുണ്ട് പയർ. ചിലപ്പം പയർ വേകാൻ താമസം ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം തെളിച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം.
ഇപ്പം നല്ല ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പയറുതോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ വീഡിയോ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വ്യൂസ് വന്നാലേ നമുക്കൊരു സന്തോഷം വരത്തുള്ളൂ. അപ്പോൾ ഇത് വീഡിയോ കാണുന്നവർ ഒരു ലൈക്കോ കമൻസോ എന്തെങ്കിലും അയക്കണം. അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം ഉണ്ടെന്നുള്ള ഒരു സന്തോഷം വരും.